ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കിളിക്കൂട്ടിൽ നിന്നും നിധി ഹോസ്റ്റലിലേക്ക് താമസം മാറുമ്പോൾ ഓഫീസിലും ഹോസ്റ്റലിലും ഒക്കെ വന്ന സുധീഷ് നിധിയോട് മാപ്പ് പറയുകയാണ്. നിധി സുധീഷിന് മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. തുടർന്ന് ഉറങ്ങാനായി കിടക്കുന്ന നിധി ഓർക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് രാജീവും സൂര്യയും അരുണും ഒക്കെ സുധീഷിനെ തല്ലിയത്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിധിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത്, സുധീഷിനെ തന്റെ വീട്ടുകാർ കൊല്ലാൻ ശ്രമിച്ചത്, പിന്നീട് നിധിക്ക് വേണ്ടി സുധീഷ് സ്കൂട്ടർ വാങ്ങിക്കൊടുത്തത്. തുടർന്ന് നിധി മനസ്സിൽ പറയുകയാണ്, അന്നൊന്നും സുധീഷിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തു പറ്റിയതാ സുധീഷിന്? ഈ സമയം പനി പിടിച്ച ക്ഷീണത്തോടുകൂടി ഇരിക്കുന്ന നികേഷ് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് നികേഷ് സുഖമാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് കരയുകയാണ്. നിധി ചോദിക്കുന്നു, നികേഷ് എന്തു പറ്റിയടാ, എന്തിനാ കരയുന്നേ? കരഞ്ഞോണ്ട് നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്തിനാ ഞങ്ങളെ വിട്ടു പോയത്? ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു വീടായേനെ. ഏട്ടത്തി പോയതോടുകൂടി സുധീഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും സുഭാഷ് ഏട്ടനും എല്ലാം വഴക്ക് കൂടുകയാണ്. ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ വഴക്കടിക്കുമായിരുന്നോ? എനിക്ക് പനിയാ, എന്നെ നോക്കാൻ ആരുമില്ല, തനിച്ചായതുപോലെ തോന്നുന്നുണ്ട് ഏട്ടത്തി. ഏട്ടത്തി ഒരുപാട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇത് കേട്ട് നിധി പറയുന്നു, നികേഷ് നീ കരയാതെ, പനിയാണെന്ന് പറഞ്ഞല്ലോ, നീ ഡോക്ടറെ കാണാൻ പോയോ? അപ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ കൂട്ടിക്കൊണ്ടുപോയി, മരുന്നൊക്കെ തന്നു, പക്ഷെ ശരിയാകുന്നില്ല. ഏട്ടത്തി ഇല്ലാത്ത ഈ വീട് എനിക്ക് ഇഷ്ടമല്ല. ഏട്ടത്തി ഇനി ഇങ്ങോട്ട് വരില്ലേ? ഏട്ടത്തി എനിക്ക് വേണ്ടി വരണം, വീട്ടിലേക്ക് മടങ്ങി വാ ഏട്ടത്തി. അങ്ങനെ നികേഷ് കരഞ്ഞു പറയുകയാണ്. നിധി വിഷമത്തോടുകൂടി ഇരിക്കുന്നു. ഫോൺ കട്ട് ചെയ്ത നികേഷ് പൊട്ടിക്കരയുകയാണ്. തുടർന്ന് രാവിലെ നികേഷിനെ കാണാനായി കിളിക്കൂട്ടിലേക്ക് വരികയാണ് നിധി. പുറത്തിരിക്കുന്ന ഭാസ്കരൻ നിധിയെ നോക്കുമ്പോൾ ഓട്ടോ പറഞ്ഞു വിട്ട് ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ നോക്കുകയാണ് നിധി. ഏട്ടത്തിന്ന് വിളിച്ച് ഹരീഷ് അരികിലേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, സുഖമാണോ ഹരീഷ്? അപ്പൊ ഹരീഷ് പറയുന്നു, സുഖമായിട്ടിരിക്കുന്ന ഏട്ടത്തി. ഏട്ടത്തിക്ക് സുഖമാണോ? സുഖമാണെന്ന് നിധി പറയുമ്പോൾ അകത്തേക്ക് വന്നു പറഞ്ഞ് ഹരീഷ് നിധിയെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. ഹരീഷ് ഉറക്കെ പറയുന്നു, സുഭാഷ് ഏട്ടാ ഇത് ആരാ വന്നേ നോക്കിയേ? ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സുധീഷ് നിധി എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി അവിടെ വന്ന് എഴുന്നേൽക്കുകയാണ്. സന്തോഷത്തോടുകൂടി സുഭാഷ് പറയുന്നു, വാ മോളെ ഇരിക്ക്. ഉറങ്ങിക്കിടക്കുന്ന നികേഷിന്റെ അരികിലേക്ക് വന്ന് തലോടിക്കൊണ്ട് നിധി പറയുന്നു, നികേഷ് എഴുന്നേൽക്കടാ. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി തിരിച്ചു വന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് സ്വപ്നമാണോ? നെറ്റിയിലും കവളിലും ഒക്കെ തൊട്ട് നോക്കി നിധി ചോദിക്കുന്നു, നിനക്കെന്താടാ കൊച്ചു കുട്ടികളെ പോലെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത്? നീ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ? വെള്ളം നന്നായി കുടിക്കുന്നുണ്ടോ? കുടിക്കുന്നുണ്ട് ഏട്ടത്തിന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, അവന് പനിയാണെന്ന് മോളോട് ആരാ പറഞ്ഞത്? അപ്പൊ നികേഷ് പറയുകയാണ്, ഞാൻ ഏട്ടത്തിയെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാ. നികേഷിന്റെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ തൊട്ട് നോക്കി നിധി പറയുന്നു, പാവ നികേഷ് നല്ല ചൂടുണ്ട്, ഡോക്ടറിനെ കാണാൻ പോയായിരുന്നോ? നീ ഗുളിക കഴിച്ചോ? അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി വന്നില്ലേ, ഇനി എനിക്ക് ഒന്നും വേണ്ട, പതിയെ ശരിയായിക്കോളും. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, നിധി എങ്ങനെ വന്നത്? നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, മോളെ ചായ എടുക്കട്ടെ? ചായ എടുക്ക് സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. നിധി സ്നേഹത്തോടുകൂടി നികേഷിനോട് സംസാരിക്കുമ്പോൾ സുധീഷ് നിധിയോട് സംസാരിക്കാനായി ശ്രമിക്കുകയാണ്. നിധിയും നികേഷും സുധീഷിനെ ശ്രദ്ധിക്കുന്നതേയില്ല. അരികിലേക്ക് ചെന്ന് ഹരീഷ് പതിയെ പറയുന്നു, വന്നത് മുതൽ സുധീഷൻ ഓരോന്ന് ചോദിക്കുന്നുണ്ടല്ലോ, ഒന്നിനും ഏട്ടത്തി മറുപടി തന്നില്ലല്ലോ. അടക്കി നിൽക്കവിടെ. ഈ സമയം സുഭാഷ് ചായ കൊണ്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടന്റെ ഈ ചായ ഞാൻ മിസ് ചെയ്തു. അപ്പൊ സുഭാഷ് പറയുകയാണ്, മോള് വരുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേനെ. അത് സാരമല്ല സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഞാൻ ദോശ ഉണ്ടാക്കി തരാം, മോക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിധി പറയുകയാണ്, അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, ഈ ചായ മാത്രം മതി. നികേഷിനെ ശ്രദ്ധിച്ചിട്ട് സുഭാഷ് പറയുകയാണ്, എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്നു നികേഷ്. നിധി വന്നപ്പോൾ അവന്റെ പനിയൊക്കെ മാറി. അപ്പൊ സുധീഷ് ചോദിക്കേണ്ട, നിധി ഇനി ഓഫീസിലേക്കാണോ? നിധി മറുപടി ഒന്നും പറയുന്നില്ല. ഹരീഷും സുഭാഷും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. നികേഷ് പറയുകയാണ്, ഏട്ടത്തി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ സുഭാഷ് പറയുകയാണ്, പനി വന്നത് മുതൽ ഏട്ടത്തിയെ കാണണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇവൻ. മോള് പോയതിനു ശേഷമാണ് ഇവന് പനി വന്നത്. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി തിരിച്ച് വീട്ടിലേക്ക് വന്നൂടെ? ഇത് കേട്ട് സുധീഷ് ആകാംക്ഷയോടുകൂടി നിൽക്കുമ്പോൾ നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, നികേഷ് നീ മിണ്ടാതിരിക്കുക. ഇത് കേട്ട് സുഭാഷിനെ നോക്കിയിട്ട് നികേഷ് പറയുകയാണ്, പ്ലീസ് ഏട്ടത്തി തിരിച്ച് വീട്ടിലേക്ക് വാ. ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടനുമായിട്ടല്ലേ പ്രശ്നം, സുധീഷ് ഏട്ടനെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറഞ്ഞുവിടാം, ഏട്ടത്തി തിരിച്ചു വാ. ഇത് കേട്ട് ചായ കുടിച്ചോണ്ട് നിൽക്കുന്ന സുധീഷ് ചുമക്കുകയാണ്. ഹരീഷ് സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തി പ്ലീസ് ഏട്ടത്തി അതൊന്നും ശരിയാകില്ല എന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ വേണ്ട, സുധീഷ് ഏട്ടൻ എവിടെങ്കിലും പൊയ്ക്കോട്ടെ, കാറി താമസിച്ചോട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ, ഏട്ടത്തി തിരിച്ചു വന്നാ മതി, ഏട്ടത്തി ഇല്ലാതെ ഈ വീട് കൊള്ളില്ല. സുധീഷ് പതിയെ ഹരീഷിനോട് പറയുന്നു, എന്നെ പുറത്താക്കണമെന്ന് നികേഷ് പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ ഒരു വാക്ക് പറഞ്ഞു നോക്കി. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ അങ്ങനെ പറയാത്തതില് സന്തോഷിക്ക്. നിധി സന്തോഷത്തോടു കൂടി സുഭാഷിനോടും നികേഷിനോടും ഹരീഷിനോടും സംസാരിക്കുകയാണ്. സുധീഷ് ഇടയിൽ കയറി സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നതേയില്ല. തുടർന്ന് സുഭാഷ് നിധിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. സന്തോഷത്തോടു കൂടി നിധിയും നികേഷും ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും നിധിക്ക് ദോശ എടുത്തു കൊടുക്കുകയാണ് സുഭാഷ്. നിധി പറയുന്നു, മതി സുഭാഷ് ഏട്ടാ, ഹോസ്റ്റലിലെ ഫുഡൊന്നും ശരിയല്ല, സുഭാഷ് ഏട്ടൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മുട്ട ദോശ
സന്തോഷാണല്ലോ. സുഭാഷ് ഏട്ടാ ഇതോടെ മതി. നികേഷും നിധിയുടെ ഒപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ സുധീഷ് പതിയെ ഹരീഷിനോട് പറയുന്നു, കണ്ടില്ലേടാ അവിടെ കണ്ട ഉടനെ അവന്റെ പനിയും മാറി നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പൊ നിധി പറയുന്നു, നികേഷ് ഭക്ഷണവും മരുന്നും കൃത്യമായി കഴിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരാം. നികേഷ് ചോദിക്കുന്നു, വരുമോ ഏട്ടത്തി? നുണ പറയല്ലേ. അപ്പൊ നിധി പറയണ, വരുമടാ, നീ കഴിക്ക്. ഏട്ടത്തി ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്ന നികേഷ് പറയുമ്പോൾ നിധി പറയുന്നു, നീ ആദ്യം പനി മാറുന്നതിനെ കുറിച്ച് ആലോചിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വന്ന് കാണാം. തുടർന്ന് നിധി പറയുന്നു, ശരി നികേഷ്, ഞാൻ ഇറങ്ങുവാണേ. സുഭാഷ് ഏട്ടാ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ സുഭാഷ് പറയണ, ഞാൻ മോളെ ബസ് സ്റ്റാൻഡ് വരെ ആക്കാം. ഒരു മിനിറ്റ് ഷർട്ട് മാറ്റിയിട്ട് വരാമേ. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പതിയെ പറയുന്നു, സുഭാഷ് ഏട്ടാ എവിടെ പോകുന്നത്? ഞാൻ കൂടെ പോകാം. പ്ലീസ് എനിക്ക് വേണ്ടി സുഭാഷ് ഏട്ടൻ ഒന്ന് പറ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, നിധി അടുപ്പില് കറി ഇരിക്കുക. സുധീഷേ നീ മോളെ കൊണ്ടുപോയി വിട്. ശരി സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, സാരല്ല സുഭാഷ് ഏട്ടാ ഞാൻ തടിച്ചു പൊയ്ക്കോളാം. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ ഇവിടെ വെറുതെ ഇരിക്കുക, ഒരു ജോലിയില്ല, ഏട്ടത്തിയുടെ കൂടെ വരും. ഞാൻ പോയിട്ട് വരാവുന്ന നിധി പറയുമ്പോൾ ഹരീഷ് പറയണ, പുറത്തിരിക്കുന്ന വണ്ടി ഏട്ടത്തിക്ക് വേണ്ടി വാങ്ങിയതല്ലേ, ഹോസ്റ്റലിലേക്ക് വണ്ടി എടുത്തോണ്ട് വെക്കൂടെ? അതിന് നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. അയ്യോ എന്റെ നാവെന്ന് പറഞ്ഞ് സുധീഷ് കുലുങ്ങി നിൽക്കുന്നു. ഹരീഷ് വണ്ടി എവിടെ ഇരിക്കട്ടെ, സുഭാഷ് ഏട്ടാ പോയിട്ട് വരാന്ന് പറഞ്ഞ് നിധി അവിടെ വന്ന് പോകുമ്പോൾ നിധി എന്ന് വിളിച്ച് പിന്നാലെ പോവുകയാണ് സുധീഷ്. ഭാസ്കരൻ നിധിയെ ശ്രദ്ധിക്കുമ്പോൾ നിധിയും തിരിഞ്ഞ് ഭാസ്കരനെ നോക്കുന്നുണ്ട്. നിധി എന്ന് വിളിച്ച് സുധീഷ് അരികിലേക്ക് ഓടി വരുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ തനിച്ചു പൊയ്ക്കോളാം, എനിക്ക് വഴി അറിയാം. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധിക്ക് വഴി അറിയാമെന്ന് എനിക്കും അറിയാം, ഞാനൊരു വഴിപോക്കനായി കൂടെ വരുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ സുധീഷ് നിധിയുടെ പിന്നാലെ നടന്നു പോവുകയാണ്. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു വരുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി ഇത് ഗവൺമെന്റ് റോഡാണ്, നിധിയുടെ അച്ഛന്റെ വകയൊന്നും അല്ലല്ലോ ഈ റോഡ്. നിധി ചോദിക്കുന്നു, എന്തിനാ എന്റെ അച്ഛന്റെ കാര്യമൊക്കെ പറയുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ ആ അർത്ഥത്തിലല്ല നിധി പറഞ്ഞത്, നിധിയുടെ അച്ഛന്റെ വകയൊന്നും അല്ലല്ലോ ഈ റോഡെന്ന് ഉദ്ദേശിച്ചതേ ഉള്ളൂ. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? ഇതികിട്ട് സുധീഷ് പറയുകയാണ്, ശരി ഞാൻ പിന്നാലെ വരുന്നില്ല, സൈഡിൽ കൂടെ വരാം. ഇതികിട്ട് നിധി പറയുന്നു, എനിക്ക് തനിച്ച് നടന്നു പോകാൻ അറിയാം, എന്റെ കൂട്ടിന് നടന്നു വരണ്ട. ഇതികിട്ട് സുധീഷ് പറയുകയാണ്, അയ്യോ മേഡം, മേഡത്തിന് എല്ലാം അറിയാം, തനിയെ നടന്നു പോകാൻ അറിയാം, തനിച്ച് ജീവിക്കാൻ അറിയാം, തനിച്ചെല്ലാം അറിയാം. പക്ഷേ നിധിക്ക് തനിച്ച് ഒന്നും ചെയ്യാൻ അറിയാതിരുന്നപ്പോൾ ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, അത് മറക്കരുത് മേഡം. ഞാൻ അത് മറന്നു എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, അതങ്ങനാണല്ലോ, നല്ലത് ചെയ്തതൊന്നും ഓർത്തു വെക്കില്ലല്ലോ. എന്നെ പോലെ ഒരു നല്ലവനെ ഇങ്ങനെ നാട് റോഡിലിട്ട് വടക്ക് പറയണോ? ഞാനാണെങ്കിൽ നാണോ മാനോ ഇല്ലാതെ പിന്നാലെ വരുന്നു. ഇത് കേട്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ച് മുന്നോട്ട് നടക്കുകയാണ് നിധി. സുധീഷും പിന്നാലെ പോകുന്നു. അവിടേക്ക് വന്ന ഒരു ചേച്ചി ചോദിക്കുകയാണ്, മോള് ഭാസ്കരന്റെ മരുമകളല്ലേ, വീട് വിട്ട് പോയെന്നറിഞ്ഞായിരുന്നല്ലോ, തിരിച്ചു വന്നോ ഇപ്പൊ? ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, എങ്ങനെയാ തിരിഞ്ഞു വരുന്നത്? നേരെയല്ലേ വരാൻ പറ്റൂ? ഇതൊക്കെ ഒരു ചോദ്യമാണോ? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിപ്പോ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ആ ചേച്ചി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് നിധിയുടെ ഒപ്പം നടന്നു വരികയാണ്. അവിടേക്ക് വന്ന ഒരു ചേട്ടൻ ചോദിക്കുന്നു, എടാ സുധീഷേ, നിന്റെ ഭാര്യ നിന്നോട് പിണങ്ങിപ്പോയെന്ന് കേട്ടല്ലോ, ഇപ്പൊ തിരിച്ചു വന്നോ? ഒരാൾ ചോദിക്കുന്നു, എന്താ മോളെ തിരിച്ചു വന്നതാണോ അതോ എന്തെങ്കിലും മറന്നു വെച്ചിട്ട് അതെടുക്കാൻ വേണ്ടി വന്നതാണോ? ഇത് കേട്ട് നിധി ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ അങ്ങനെ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെന്ന് എടുത്തു കൊടുക്കുവോ? പോ, നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്ക്. ഇത് കേട്ട് അവരവിടെ വന്ന് പോകുമ്പോൾ മറ്റൊരു ചേച്ചി പറയുകയാണ്, എടി ദേ നോക്കി, ഈ പെണ്ണ് തിരിച്ചു വന്നെന്ന് തോന്നുന്നു. അപ്പൊ മറ്റൊരു ചേച്ചി പറയുകയാണ്, തിരിച്ചു വന്നതൊന്നും ആകില്ല ചേച്ചി, ആ വീട്ടിൽ സ്ത്രീകൾ വാഴില്ല. ഇത് കേട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് സുധീഷിന്റെ ഒപ്പം നടന്നു വരുന്ന നിധി ഓർക്കുകയാണ് സുഭാഷിന്റെ വാക്കുകൾ. ഈ വീട്ടിൽ സ്ത്രീകൾ വാഴില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോഴേ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി, അതിനുശേഷം ഞങ്ങളുടെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചോണ്ട് വന്നു, അവരും പോയി. തുടർന്ന് നിധി ചോദിക്കുന്നു, ഞാൻ കാരണം നിങ്ങളുടെ വീടിന് മോശപ്പേരായല്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ, അത് മഹാരാജാവിന്റെ വീടല്ലേ, നല്ല പേര് മാത്രം ഉണ്ടായിരുന്ന ആ വീടിന് നിധി വന്നതിന് ശേഷമാണ് മോശപ്പേരുണ്ടായത്. അതൊരു നരകവാ, പല ശാപങ്ങൾ വാങ്ങിച്ച വീട്. ഇപ്പൊ ഒന്നുകൂടിയായി, അത്രേ ഉള്ളൂ. നിധി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നിധി നടക്ക്. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് നല്ല വിഷമമുണ്ട് സുധീഷ്, ഞാൻ കാരണം ആ വീടിന് ഒരു മോശം പേരും കൂടെ ആയല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, അതൊക്കെ ശരിയാ, അതുകൊണ്ട് നിധിയുടെ ആ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ റൗഡിയായി പോയില്ലേ, ഞാനുള്ള വീട്ടിൽ നിധി എങ്ങനെ താമസിക്കുക? ഇത് കേട്ട് നിധി പറയുന്നു, കൂടുതൽ അഭിനയിക്കണ്ട. അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ അഭിനയിക്കുന്നില്ല, വാ അടച്ച ഒപ്പം വരാം. അങ്ങനെ മുന്നോട്ട് നടക്കുന്ന സുധീഷ് ചോദിക്കേണ്ട, നിധി ഞാൻ ആ വീട് വിട്ടു പോയാൽ നിധി വീട്ടിലേക്ക് മടങ്ങി വരുമോ? മനസ്സിലായില്ല എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നികേഷ് പറഞ്ഞതുപോലെ ഞാൻ ആ വീട്ടിലുള്ളതല്ലേ നിധിയുടെ പ്രശ്നം. നിധിക്ക് നിധിയുടെ സുഭാഷ് ഏട്ടനുണ്ട്, ഹരീഷ് ഉണ്ട്, നികേഷ് ഉണ്ട്, എന്തിന് എന്റെ അച്ഛനോട് പോലും നിധിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ മാത്രമല്ലേ റൗഡി, ഞാൻ വേണമെങ്കിൽ ആ വീട് വിട്ടു പൊയ്ക്കോളാം. അപ്പൊ നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ആ വീട്ടിൽ കഴിയല്ലോ. ഇത് കേട്ട് നിധി പറയുന്നു, സുധീഷെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയണ്ട. അപ്പൊ സുധീഷ് പറയുകണ, അല്ല നിധി, ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. ദേ നോക്ക്, അന്ന് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് തെറ്റായിപ്പോയി. നിധി എന്നോട് സംസാരിക്കണ്ട, ക്ഷമിച്ചെന്ന് മാത്രം പറഞ്ഞാ മതി. നിധി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ തവണ നമ്മളെ തനിച്ചിരുന്നിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഞാൻ നിധിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? ഞാൻ നിധിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. നിധി എന്നെ ഒഴിവാക്കുന്നതിന്റെ വിഷമത്തിലായിരുന്നു ഞാൻ. അതുമാത്രമല്ല, അന്ന് ഞാൻ കുടിച്ചിട്ടാ വന്നത്. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ ഒന്ന് മുതൽ സുധീഷ് പറയുകയാണ്, ഞാൻ കുടിച്ചതൊരു കാരണമായിട്ട് പറഞ്ഞതല്ല, ഞാൻ അന്ന്
അന്ന് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. എന്നോട് ക്ഷമിക്ക് പ്ലീസ്. നിധി തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. തക്കലയിൽ നിധിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ റൂമിലല്ലായിരുന്നോ? ഞാൻ അന്ന് നിധി എന്തെങ്കിലും ചെയ്തു? ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ തന്നെ നിധി ബഹളം വെച്ച് വീട്ടിലുള്ളവരെ വിളിക്കാൻ പറ്റുമായിരുന്നു. നിധി അങ്ങനെ ബഹളം വെച്ചിരുന്നെങ്കിൽ അവര് വന്ന് എന്താ ഏതാന്നൊക്കെ ചോദിച്ചേനെ. നിധി അപ്പോൾ എന്ത് മറുപടി പറയുമായിരുന്നു? ആ സാഹചര്യത്തിൽ പോലും സുധീഷ് നല്ലവനായിരുന്നു. അന്ന് എന്തായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ഞാൻ മദ്യപിച്ച് മോശമായി പെരുമാറിപ്പോയി. ക്ഷമിക്കും നിധി. എനിക്ക് മനസ്സമാധാനം ഇല്ല നിധി, അതുകൊണ്ടാ പറയുന്നത്. ക്ഷമിച്ചെന്നൊരു വാക്ക് പറ പ്ലീസ് നിധി. ഇത് കിട്ട് നിധി ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ ആ വഴി ഒരു ഓട്ടോ വരികയാണ്. നിധി ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുന്നു, നിധി ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. തിരിഞ്ഞു നോക്കാതെ നിധി അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. ഓട്ടോയിൽ പോകുന്ന നിധി ഓർക്കുകയാണ് സുധീഷ് തന്നോട് പറഞ്ഞതല്ല നിധി വീട് വിട്ടു പോയോന്ന് ചോദിച്ച ആളുകൾ പരിഹസിച്ചത്. തുടർന്ന് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് നിധിയും ദിവ്യയും ഹോസ്റ്റലിലേക്ക് നടന്നു പോവുകയാണ്. അവരുടെ പിന്നാലെ വരുന്ന സുധീഷ് നിധിയെ വിളിക്കാനായി ശ്രമിക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്ന ദിവ്യ പറയുന്നു, നിധിയുടെ റിലേറ്റീവാ. ദിവ്യ ഒരു 2 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ് സുധീഷിന്റെ അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, സുധീഷിന് എന്താ വേണ്ടത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അറിയാം നിധിക്ക് എന്നെ കാണുന്നതേ ദേഷ്യമാണെന്ന്. ഞാൻ ഇവിടേക്ക് വന്ന് നിൽക്കുന്നത് പോലും നിധിക്ക് ഇഷ്ടമല്ലാന്നറിയാം. പക്ഷെ ഞാൻ വന്നു. എന്തുകൊണ്ടാണെന്ന് പറ. നിധി ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, അറിയില്ലേ ഞാനൊരു മാനം കെട്ടവനായതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കണ്ടേ? അങ്ങനെ കൈകൂപ്പി സുധീഷ് പറയുന്നു, പ്ലീസ് നിധി എന്നോട് ക്ഷമിക്ക്. ദയവ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വാ. എനിക്ക് വേണ്ടിയല്ല വീട്ടിലുള്ളവരെങ്കിലും ആലോചിച്ചു വാ. ഇപ്പൊ വീട്ടിൽ ആരും ആരോടും സംസാരിക്കാറില്ല. ഇതെല്ലാം ഞാൻ കാരണമാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണ് നിധി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ആ വീടൊരു വീടായി മാറിയത്. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കാം. എന്റെ വീട്ടിലുള്ളവരെല്ലാം പാവങ്ങളല്ലേ, അവരെ എന്തിനാ ശിക്ഷിക്കുന്നത്? സുഭാഷേട്ടനോട് നിധിക്ക് എന്തൊരു സ്നേഹമായിരുന്നു. നിധി പോയ ഉടനെ നികേഷ് പനി പിടിച്ച് കിടപ്പായി. എനിക്ക് കുറ്റബോധമാണ് നിധി. ഞാൻ ചെയ്ത തെറ്റിന് നിധി എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോ, ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഞാൻ ആ വീട് വിട്ടു പോയാൽ നിധി ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ലേ? നിധി അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ആ വീട് വിട്ടു പൊയ്ക്കോളാം. ഇത് കേട്ട് നിധി പറയുന്നു, ശരി സുധീഷേ ആ വീട് വിട്ടു പോ. ഇത് കേട്ട് സുധീഷ് ഞെട്ടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് ആ വീട് വിട്ടു പോയാൽ ഞാൻ ആ വീട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു, ശരിക്കും പറഞ്ഞതാണോ? അപ്പൊ നിധി പറയുകയാണ്, അതെ സുധീഷേ. സുധീഷ് ആണല്ലോ ആ വീട്ടിലെ ഒരേ ഒരു പ്രശ്നം. സുധീഷ് അവിടെ ഇല്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല. സുധീഷ് പറഞ്ഞത് കറക്റ്റാ. ഞാൻ ആ വീട്ടിൽ വളരെ സന്തോഷവതിയായിരുന്നു. സുഭാഷേട്ടൻ, നികേഷ്, ഹരീഷ്, നിങ്ങളുടെ അച്ഛൻ എല്ലാവരും എന്നെ നന്നായാ നോക്കിയത്. എനിക്ക് അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. കംഫർട്ടബിൾ ആയിട്ടും സേഫ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തു. സുധീഷാണ് അവിടുത്തെ എന്റെ ഒരേ ഒരു പ്രശ്നം. സുധീഷ് പോയതിനു ശേഷം ഞാൻ ആ വീട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. നിധി ഇത് ശരിക്കും പറയുന്നതാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കണേ, എന്താ സുധീഷ് വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നത്? അപ്പൊ സുധീഷ് വീട് വിട്ടു പോകാന്ന് പറഞ്ഞത് നുണയാണല്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, അല്ല നിധി വരാമെന്ന് പറയുന്നു, പിന്നെന്തിനാ ഞാൻ അവിടെ താമസിക്കുന്നത്? ഞാൻ പൊയ്ക്കോളാം നിധി, എവിടെയെങ്കിലും പൊയ്ക്കോളാം. പക്ഷെ എന്നോട് ക്ഷമിച്ചെന്ന് പറയണം. ഈ ഒറ്റ കാരണം കൊണ്ട് സുധീഷിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് നിധി തീരുമാനിക്കരുത്. ഞാൻ നിധിക്ക് വേണ്ടി എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഓർത്ത് നോക്കി എന്നോട് ക്ഷമിച്ചെന്ന് പറ, ഞാൻ പൊയ്ക്കോളാം. അപ്പൊ നിധി പറയുകയാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സുധീഷ് വീട് വിട്ടു പോവുകയാണെങ്കിൽ പറ, ഞാൻ വരാം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ശരി ഞാൻ അത്തത്തിന്റെ വീട്ടിലേക്ക് പോയി ഡ്രസ് എല്ലാം പാക്ക് ചെയ്തിട്ട് നിധിയെ വിളിക്കാം. ഇത് കേട്ട് നിധി പറയുകയാണ്, ഇപ്പൊ പോകുന്നെന്ന് പറയുന്നു, പക്ഷെ തിരിച്ചു വരില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? പോയ ഉടനെ വന്നാലോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ചെരുപ്പെടുത്ത് തന്നെ തല്ലിക്കോ. നിധി കാലിലിട്ടിരിക്കുന്ന ചെരുപ്പൂരി എന്നെ അടിച്ചോ, അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന ആരുടെയെങ്കിലും ചെരുപ്പെടുത്ത് എന്നെ അടിച്ചോ? ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ചിരിക്കുന്നുണ്ടല്ലോ. പതിയെ ദേഷ്യം കുറഞ്ഞു തുടങ്ങി. അങ്ങനെ സുധീഷ് പറയുകയാണ്, നിധി വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ പറയുന്നതിന് വേറൊരു പ്രധാനപ്പെട്ട കാരണം കൂടുണ്ട്. സുഭാഷേട്ടന് നിധിയോടുള്ള സ്നേഹം, നിധിക്ക് നികേഷിനോടുള്ള സ്നേഹം, നികേഷിന് നിധിയോടുള്ള സ്നേഹം, ഇതെല്ലാം അല്ലാതെ മറ്റൊരു കാരണം കൂടുണ്ട്. അത് പറഞ്ഞാൽ നിധി ഉറപ്പായും വരും. എന്ത് കാരണമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധിക്ക് വേണ്ടി പണിയുന്ന ബാത്റൂമിന്റെ പണി തീരാറായി. ഒരുപാട് ചിലവാക്കി. ഇനി പെയിന്റ് അടിച്ചാൽ മാത്രം മതി. നിധി വന്നില്ലെങ്കിൽ ആ ബാത്റൂം ആരും യൂസ് ചെയ്യും? നിധി ചോദിക്കുന്നു, എന്താ ഞാനില്ലെങ്കിൽ ആ വീട്ടിലാരും ആ ബാത്റൂം യൂസ് ചെയ്യില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, അത് എക്സ്ക്ലൂസീവായി നിധിക്ക് വേണ്ടി മാത്രം പണിത ബാത്റൂം അല്ലേ? ഞങ്ങൾ ആരും ആ ഭാഗത്തേക്ക് പോലും പോകാറില്ല. നിധി വേണ്ടേ അത് ഉപയോഗിക്കാൻ? ഇതിനേക്കാളും വലിയ കാരണം എന്താ ഉള്ളത്? ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ചിരിച്ചു. പ്ലീസ് നിധി ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ച് ആലോചിക്കുക. അപ്പൊ നിധി പറയുകയാണ്, ഇതുകൊണ്ടൊന്നും എനിക്ക് ആ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. സുധീഷ് ആ വീട് വിട്ടു പോയിട്ട് എന്നെ വിളിക്ക്, ഞാൻ വരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെ പുഞ്ചിരിച്ച് നിധി ദിവ്യയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, പോകാം. സുധീഷ് പുഞ്ചിരിച്ച് നിധി പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ദിവ്യ ചോദിക്കുന്നു, എല്ലാം ഓക്കെ ആണോ? ചിരിച്ചുകൊണ്ട് നിധി പറയുകയാണ്, ഓക്കെയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, നിധിയുടെ ദേഷ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്ക് നിധി. നിധി തിരിഞ്ഞു നോക്കാതെ ദിവ്യയുമായി സംസാരിച്ച് മുന്നോട്ട് നടന്നു പോവുകയാണ്. തുടർന്ന് രാത്രി ഹരീഷും ഭാസ്കരനും ആകാംക്ഷയോടുകൂടി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ സമയം ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് സുഭാഷും നികേഷും നിധിയും. ബാഗ് ഒക്കെയായി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന
നിധിയെ കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഹരീഷും ഭാസ്കരനും. ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നിധി മനസ്സിൽ പറയുകയാണ്, ഓരോന്ന് ചെയ്തു വെച്ചിട്ട് കൊള്ള നോട്ടം കണ്ടില്ലേ. ഭാസ്കരൻ ടെൻഷനോടുകൂടി കുനിയിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്തു പറ്റി മോളെ? ഒന്നുമില്ല സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, മോള് വാ അകത്തേക്ക് പോകാം. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ആരതി എടുക്കണ്ടേ? അപ്പൊ സുഭാഷ് പറയുന്നു, അതേടാ ആരതി എടുക്കണം, പക്ഷെ എങ്ങനെ എടുക്കുക? അതിനൊക്കെ പെണ്ണുങ്ങൾ വേണ്ടേന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ നോക്കുകയാണ്. ഭാസ്കരൻ മുഖം തിരിക്കുമ്പോൾ നിധി പറയുകയാണ്, അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, നമുക്ക് അകത്തേക്ക് കയറാം. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി കുറെ നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നതല്ലേ, അപ്പൊ ആരതിയൊക്കെ വേണ്ടേ? ഇത് കേട്ട് നിധി പറയുകയാണ്, അതൊന്നും വേണ്ടടാ, വാടാ നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ നിധി വലതുകാലി വെച്ച് അകത്തേക്ക് കയറുമ്പോൾ പിന്നാലെ പോവുകയാണ് സുഭാഷും നികേഷ് ഹരീഷും. മോളിരിക്കെ, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് വെള്ളം എടുക്കാനായി പോകുമ്പോൾ ഹരീഷ് പറയുന്നു, ഏട്ടത്തി വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇത് കേട്ട് പുഞ്ചിരിച്ച് ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷിന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിച്ചു കുടിക്കുകയാണ് നിധി. ചുറ്റും നോക്കി നിധി ചോദിക്കുന്നു, സാർ എവിടെ? വീട് വിട്ടു പോയോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, അത് എവിടെ പോയിടാ അവൻ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ആ റൂമിലുണ്ട്. അങ്ങനെ ഹരീഷ് നിധിയുടെ റൂമിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ആ റൂമിലോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, അവൻ എന്തിനാ ആ റൂമിലേക്ക് പോയത്? അവൻ ആ റൂമിലേക്ക് പോയപ്പോഴാ പ്രശ്നം തുടങ്ങിയത്. വീണ്ടും അവൻ എന്തിനാ അങ്ങോട്ട് പോയത്? റൂം ക്ലീൻ ചെയ്യാൻ പോയതാണോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇപ്പൊ പോയതേ ഉള്ളൂ സുഭാഷ് ഏട്ടാ, എന്തിനാണെന്ന് അറിയില്ല. നിധി ചോദിക്കുന്നു, എന്താ ഞാൻ വരുന്നത് സുധീഷിന് അറിയില്ലേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇല്ല ഇതുവരെ സുധീഷ് ഏട്ടനോട് പറഞ്ഞില്ല. മോൾ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി അവനെ വിളിച്ചോണ്ട് വരാമെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ റൂമിലേക്ക് പോയിക്കോളാം. അങ്ങനെ നിധി റൂമിലേക്ക് പോകുമ്പോൾ എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. പാട്ട് കേട്ടുകൊണ്ട് നിധിയുടെ ബെഡിൽ കിടക്കുകയാണ് സുധീഷ്. സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഇവൻ ഇങ്ങനെ? ആ കുട്ടി വീണ്ടും ദേഷ്യപ്പെടും. നികേഷ് ചോദിക്കേണ്ട, സുധീഷ് ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവിടെ നിൽക്കുന്ന നിധിയെ കണ്ട് ഞെട്ടി എഴുന്നേറ്റ് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇത് സ്വപ്നമാണോ? അപ്പൊ നിധി പറയുകയാണ്, ഹലോ ഞാൻ വന്നു. സുധീഷ് കണ്ണു തട്ടി നിധിയെ നോക്കുമ്പോൾ അകത്തേക്ക് കയറുമെന്ന് നികേഷ് ചോദിക്കുന്നു, സുധീഷൻ ഇവിടെ എന്ത് ചെയ്യുവാ? ഏട്ടത്തി തിരിച്ചു വന്നു. ഏട്ടത്തിയുടെ റൂമിൽ സുധീഷൻ എന്ത് ചെയ്യുവാ? വിശ്വസിക്കാനാകാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് സുധീഷ് ചോദിക്കുന്നു, എന്ത് തിരിച്ചു വന്നെന്നോ? അങ്ങനെ സുധീഷ് ബോധം കെട്ടതുപോലെ ബെഡിലേക്ക് വീഴുകയാണ്. ഇത് കണ്ട് നിധിയും നികേഷും ടെൻഷനോട് കൂടി മുഖത്തോട് മുഖം നോക്കുന്നു. നികേഷ് ഉറക്കെ സുധീഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിധിയെ നോക്കുകയാണ് സുധീഷ്. നികേഷ് ചോദിക്കുന്നു, സുധീഷൻ എന്ത് ചെയ്യുവാ? എന്താ ഇതൊക്കെ? അപ്പൊ സുധീഷ് പറയുകയാണ്, അത് ഷോക്കില് ബോധം കെട്ട് വീണതാടാ. ശരിക്കും നിധി തിരിച്ചു വന്നതാണോ? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് ഈ വീട് വിട്ടു പോകാന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. സത്യമാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ ഏട്ടത്തി തിരിച്ചു വന്നു, ദയവ് ചെയ്ത് സുധീഷ് ഏട്ടൻ പുറത്തേക്ക് പോ. നീയൊക്കെ ഒരു അനിയനാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ്, സുധീഷ് ഇവിടെ എന്ത് ചെയ്യുവാ? ഇത് എന്റെ റൂമാ. കൈകൂപ്പി സുധീഷ് പറയുന്നു, അയ്യോ മേഡം വരുമെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഹാളിലിരുന്നാൽ ആരും എന്നോട് സംസാരിക്കാറില്ല, സംസാരിച്ചാൽ ദേഷ്യപ്പെടുക മാത്രമേ ഉള്ളൂ. കയ്യിൽ ലൈസൻസും ഇല്ല, ജോലിയില്ല, പുറത്തുപോയി ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഇവിടെ കിടന്ന പാട്ട് കേൾക്കുകയായിരുന്നു മേഡം. തെറ്റായി പോയി മേഡം, അറിയാതെ വന്നു പോയതാ, ക്ഷമിക്കും മേഡം എന്ന് പറഞ്ഞ് സുധീഷ് കൈകൂപ്പി ഫോണും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. നികേഷ് പിന്നാലെ പോകുമ്പോൾ നിധി ചിരിക്കുകയാണ്. നീ അകത്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ കൈകൂപ്പി സുധീഷ് പറയുകയാണ്, അയ്യോ ക്ഷമിക്കണം ബ്രദർ സർ, ഞാൻ അറിയാതെ അകത്തേക്ക് പോയതാ, മേഡം തിരിച്ചു വന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, തെറ്റായി പോയി, ക്ഷമിക്കണേ. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഇവൻ ഇതെന്താ പറ്റിയത്? മോൾ എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ നികേഷ് പറയുകയാണ്, പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു സുഭാഷ് ഏട്ടാ. അങ്ങനെ നികേഷ് ബാഗ് എടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. താങ്ക് യു നികേഷ് എന്ന് പറഞ്ഞ് ബാഗ് വാങ്ങി സന്തോഷത്തോടു കൂടി അവിടേക്ക് ഇരിക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.